എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് ഇയർ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ചാപ്റ്ററിൽ മാറ്ററിൻ്റെ തെർമൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിലിരിക്കുന്ന രണ്ട് ഒബ്ജക്ട്സ് തെർമൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുതലുള്ള ഒബ്ജക്റ്റിൽ നിന്നും ടെമ്പറേച്ചർ കുറവുള്ള ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇന്ന് തെർമൽ എനർജിയെ ബേസ് ചെയ്യുന്ന പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്റർ 12 തെർമോഡൈനാമിക്സ്. ഈ ചാപ്റ്ററിൽ തെർമൽ എനർജിയെ ഗവേൺ ചെയ്യുന്ന ലോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ദെൻ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് ഈ ചാപ്റ്ററിൽ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. തെർമോഡൈനാമിക്സ് എന്നത് ഫിസിക്സിലെ ഒരു ബ്രാഞ്ചാണ്. ഹിയർ തെർമോ മീൻസ് ഹീറ്റ് ആൻഡ് ഡൈനാമിക്സ് മീൻസ് മോഷൻ. സോ വി ക്യാൻ സേ ഹീറ്റ് ഇൻ മോഷൻ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് നമുക്ക് പറയാം. ഹീറ്റിനെ കുറിച്ചുള്ള ഒരു മോഡേൺ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഹീറ്റ് എന്നത് ഒരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് കരുതിയിരുന്നത്. ഈ ഇൻവിസിബിൾ ഫ്ലൂയിഡ് കലോറിക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ദാറ്റ് തിയറി വാസ് കോൾഡ് കലോറിക് തിയറി. കലോറിക് കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ഹോട്ട് ഒബ്ജക്റ്റും കോൾഡ് ഒബ്ജക്റ്റും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഈ കലോറിക് എന്ന ഫ്ലൂയിഡ് ഹോട്ടായിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡ് ഒബ്ജക്റ്റിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഫൈനലി രണ്ടിൻ്റെയും കലോറിക് ലെവൽ ഈക്വൽ ആവുന്നത് വരെ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ കാലക്രമേണ കലോറിക് തിയറി പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ടു. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. താപം ഒരു ഊർജ്ജ രൂപമാണ് എന്ന പുതിയ കാഴ്ചപ്പാട് നിലവിൽ വന്നു. ഈ ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേരുന്നതിന് വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം നടത്തിയത് ബെഞ്ചമിൻ തോംസൺ ആയിരുന്നു. അദ്ദേഹം കൗണ്ട് റംഫോർഡ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 1798 കാനൻ ബോറിംഗ് എക്സ്പെരിമെൻറ്റ്, അതായത് പീരങ്കിയിൽ തുളകൾ ഉണ്ടാക്കുന്ന പരീക്ഷണം അദ്ദേഹം നിരീക്ഷിച്ചു. അക്കാലത്ത് പീരങ്കിയിൽ തുളകൾ ഉണ്ടാക്കുന്നതിന് കുതിരകളെ പൂട്ടിയ ചക്ക് പോലുള്ള സംവിധാനമാണ് ഉപയോഗിച്ചിരുന്നത്. ഈ പ്രവർത്തനം നടക്കുന്ന സമയത്ത് വളരെ ഉയർന്ന അളവിൽ താപം ഉണ്ടാകുന്നതായി അദ്ദേഹം കണ്ടു. വെള്ളത്തെ തിളപ്പിക്കാൻ പറ്റിയ വിധം അത്രയും ഉയർന്ന താപം. വളരെ മൂർച്ചയേറിയ ഒരു ഡ്രിൽ ഉപയോഗിച്ച് പീരങ്കിയിൽ നിന്ന് തുളകൾ ഉണ്ടാക്കുന്ന സമയത്ത് വളരെ കൂടിയ അളവിൽ ദ്രവ്യം മാറ്റപ്പെടുന്നുണ്ട്. കലോറിക് തിയറി അനുസരിച്ച് ഇപ്രകാരം കൂടുതൽ ദ്രവ്യം മാറ്റപ്പെടുമ്പോൾ വളരെ ഉയർന്ന അളവിൽ താപം ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് അദ്ദേഹം കണ്ടു. യഥാർത്ഥത്തിൽ ഈ ഡ്രില്ലറിൻ്റെ മൂർച്ചയല്ല, ഈ ലോഹത്തിന്മേൽ നിരന്തരമായി ഒരു വർക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അവിടെ താപം ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ പരീക്ഷണം. അതായത് വർക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം. ഈ ഒരു പരീക്ഷണത്തിലൂടെ അദ്ദേഹം ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, അതായത് താപം ഒരു ഊർജ്ജ രൂപമാണ് എന്ന പുതിയ കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ കലോറിക് തിയറി പൂർണ്ണമായും തള്ളിക്കളയപ്പെട്ടു. ഈ ചാപ്റ്ററിൽ ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സും അതുപോലെ തന്നെ വർക്ക് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ കൈകൾ റബ്ബ് ചെയ്യാറുണ്ട്. അങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് കൈകളിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ ഹീറ്റ് ഉണ്ടായത്? കൈകൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ കൈകൾക്കിടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡൂയിങ് സം വർക്ക്. ഈ വർക്കാണ് അവിടെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ തിരിച്ചുള്ള പ്രോസസ്സ് നമുക്ക് നോക്കാം. അതായത് ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്. ഒരു ഹീറ്റ് എഞ്ചിനിൽ ഹീറ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു സ്റ്റീം എഞ്ചിൻ നോക്കാം. ഒരു സ്റ്റീം എഞ്ചിനിലെ ചേംബറിനകത്തെ ആ ഹോട്ട് സ്റ്റീമിൻ്റെ പ്രഷർ മൂലം ആ പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യുന്നു. ഈ മൂവിങ് പിസ്റ്റൺ ഒരു വീലിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് ദാറ്റ് വീൽ റൊട്ടേറ്റ്സ്. അപ്പോൾ ഇവിടെ ഹീറ്റ് ഓഫ് ദ സ്റ്റീം വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഹീറ്റ് എഞ്ചിൻസിൻ്റെ വർക്കിങ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 18th സെഞ്ച്വറിയിൽ ഇൻഡസ്ട്രീസിലെല്ലാം മെയിനായിട്ടും സ്റ്റീം എഞ്ചിൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സാധ്യമാക്കേണ്ടതിന് ഈ സ്റ്റീം എഞ്ചിൻസിൻ്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിനുവേണ്ടി നടത്തിയ പഠനങ്ങളാണ് പിന്നീട് തെർമോഡൈനാമിക്സ് എന്ന ബ്രാഞ്ച് തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് കാരണമായത്. ദെൻ വാട്ട് ഈസ് തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് that deals with the concept of heat and temperature and the conversion of heat into other forms of energy. ഈ ചാപ്റ്ററിൽ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് അതർ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, മെയിനായിട്ടും ഹീറ്റ് എനർജി വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ സ്റ്റഡി ചെയ്യും. ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുമ്പ്
തെർമോഡൈനാമിക്സിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടേംസ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് എ തെർമോഡൈനാമിക് സിസ്റ്റം? ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് സറൗണ്ടിങ്? ദെൻ വാട്ട് ഈസ് ബൗണ്ടറി? എൻറ്റയർ യൂണിവേഴ്സിലെ certain quantity of matter. ഈ മാറ്റർ സോളിഡ് സ്റ്റേറ്റിലാവാം, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് സ്റ്റേറ്റിലായിരിക്കാം. ഈ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിൻ്റെ ബിഹേവിയർ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ വിച്ച് ഈസ് ചോസൺ ഫോർ അവർ സ്റ്റഡി, ദിസ് ഈസ് കോൾഡ് ആസ് അവർ തെർമോഡൈനാമിക് സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ഔട്ട്സൈഡിൽ വരുന്നതെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ് ആണ്. ഈ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിലാണ് എനർജിയും മാറ്ററും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും ടുഗദർ ഇറ്റ് മേക്സ് ദി എൻറ്റയർ യൂണിവേഴ്സ്. സിസ്റ്റത്തിനെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസ്, ആ സർഫസിനെയാണ് ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. നമുക്ക് ചില തെർമോഡൈനാമിക് സിസ്റ്റം നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം, എ ഹോട്ട് കോഫി ഇൻ എ കപ്പ്. അപ്പോൾ ഇവിടെ കോഫിയാണ് ഇവിടുത്തെ സിസ്റ്റം. ഈ കപ്പിൻ്റെ വാൾസ് ആണ് അവിടെ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആ കപ്പിരിക്കുന്ന എൻവയോൺമെൻ്റ് ആണ് അവിടുത്തെ സറൗണ്ടിങ്. Now another system, a gas enclosed in a container. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് ആണ് അവിടെ സിസ്റ്റം. അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസ് ആണ് ഇവിടുത്തെ ബൗണ്ടറി. അതുപോലെ ആ കണ്ടെയ്നർ ഇരിക്കുന്ന ആ എൻവയോൺമെൻ്റ് ആണ് അവിടെ സറൗണ്ടിങ്. അതുപോലെ തന്നെ പെട്രോൾ എൻജിൻ, ഡീസൽ എൻജിൻ, ഇതെല്ലാം ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് സിസ്റ്റത്തിന് എക്സാമ്പിൾസ് ആണ്. ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. തെർമോഡൈനാമിക് സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്സ് ആവാം. ഇറ്റ് ക്യാൻ ബി ആൻ ഓപ്പൺ സിസ്റ്റം or a closed system or an isolated system. ഒരു ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ അവിടെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എനർജിയും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ഓപ്പൺ പാനിൽ വാട്ടർ ബോയിൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് എനർജി ആ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി ആ വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും വാട്ടർ വേപ്പേഴ്സ് സറൗണ്ടിങ്ങിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നത് കാണാം. അതായത് അവിടെ മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ സിസ്റ്റത്തിൽ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇനി സിസ്റ്റം ക്ലോസ്ഡ് ആണെങ്കിലോ അവിടെ മാറ്റർ എക്സ്ചേഞ്ച് സംഭവിക്കുന്നില്ല, എന്നാൽ എനർജി എക്സ്ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത അതേ പാൻ ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്താലോ ഇവിടെയും ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സറൗണ്ടിങ്ങിൽ നിന്നും സിസ്റ്റത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ വാട്ടർ ബോയിൽ ചെയ്യുന്ന സമയത്ത് വാട്ടർ വേപ്പേഴ്സ് സറൗണ്ടിങ്ങിലേക്ക് എസ്കേപ്പ് ചെയ്യുന്നില്ല. അതായത് മാറ്ററിൻ്റെ ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല, എനർജി ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ. സച്ച് സിസ്റ്റംസ് ആർ കോൾഡ് ക്ലോസ്ഡ് സിസ്റ്റംസ്. നെക്സ്റ്റ് ടൈപ്പ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഒരു സിസ്റ്റം ഐസൊലേറ്റഡ് ആണെങ്കിൽ അവിടെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ എനർജിയോ മാറ്ററോ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അതിനൊരു എക്സാമ്പിൾ, ഒരു തെർമോ ഫ്ലാസ്കിനകത്ത് ഹോട്ട് വാട്ടർ എടുത്തിരിക്കുന്നു. ഇവിടെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ ഒരു എനർജി എക്സ്ചേഞ്ചോ മാറ്റർ എക്സ്ചേഞ്ചോ നടക്കുന്നില്ല. ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മാറ്റമില്ലാതെ തന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം നേച്ചറിൽ ഒരു സിസ്റ്റവും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് അല്ല. വളരെ സ്ലോ പ്രോസസ്സിലായാലും അവിടെ സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ ഒരു എനർജി ട്രാൻസ്ഫർ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ അധികം സമയത്തിന് ശേഷം ഈ ഫ്ലാസ്കിനകത്തെ ഹോട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു സിസ്റ്റത്തെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസിനെയാണ് നമ്മൾ ബൗണ്ടറി എന്ന് വിളിക്കുന്നത്. ദിസ് ബൗണ്ടറി ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ഇറ്റ് ക്യാൻ ബി ആൻ അഡിയബാറ്റിക് ബൗണ്ടറി ഓർ എ ഡയാതേർമിക് ബൗണ്ടറി. ഒരു ഗ്യാഷ്യസ് സിസ്റ്റം ഒരു കണ്ടെയ്നറിനകത്ത് എടുത്തിരിക്കുന്നു. ഇവിടെ കണ്ടെയ്നറിൻ്റെ വാൾസ് അഡിയബാറ്റിക് ആണെങ്കിൽ ആൻ അഡിയബാറ്റിക് വാൾ ഡസ് നോട്ട് അലൗ ദ ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇവിടെ അഡിയബാറ്റിക് വാൾ ഒരു ഇൻസുലേറ്റിംഗ് വാളായിട്ട് ആക്ട് ചെയ്യുന്നു, എനർജി ട്രാൻസ്ഫർ അവിടെ ഉണ്ടാകുന്നില്ല. എന്നാൽ ഇതേ സിസ്റ്റം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഡയാതേർമിക് കണ്ടെയ്നറിലാണെങ്കിലോ ഡയാതേർമിക് വാൾ ഒരു കണ്ടക്റ്റിംഗ് വാളായിട്ട് ആക്ട് ചെയ്യുന്നു. അത് സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിലുള്ള എനർജി ട്രാൻസ്ഫർ അലൗ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഡയാതേർമിക് വാൾ ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യുന്നുണ്ട്, ഒരു അഡിയബാറ്റിക് വാൾ ഹീറ്റ് ട്രാൻസ്ഫർ അലൗ ചെയ്യുന്നില്ല. തെർമോഡൈനാമിക്സ് എന്നത് ഒരു മാക്രോസ്കോപ്പിക് സയൻസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സയൻസിലെ രണ്ട് ഡൊമെയിൻസ് മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ ആൻഡ് മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്താണെന്ന് മനസ്സിലാക്കി. മൈക്രോസ്കോപ്പിക് ഡൊമെയിനിൽ നമ്മളൊരു മാറ്ററിൻ്റെ ആറ്റോമിക് ഓർ മോളിക്കുലർ കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെ ബിഹേവിയറാണ് സ്റ്റഡി ചെയ്യുന്നത്. എന്നാൽ തെർമോഡൈനാമിക്സിൽ നമ്മൾ ഒരു ബൾക്ക് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൻ്റെ മോളിക്കുലർ ഓർ ആറ്റോമിക് കോൺസ്റ്റിറ്റ്യൂവൻസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നില്ല. ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ആണ്. And these macroscopic variables are also called as state variables.
ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നതിന് ആ ക്വാണ്ടിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ഇൻക്ലൂഡ്സ് ഇറ്റ്സ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ് ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ. ഈ ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അതല്ലെങ്കിൽ യൂസിങ് അവർ സെൻസസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് ഇതെല്ലാം. എന്നാൽ ചില മാക്രോസ്കോപ്പിക് വാരിയബിൾസ് നമ്മുടെ സെൻസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരം ക്വാണ്ടിറ്റീസ് ആണ് എൻട്രോപ്പി ആൻഡ് എൻതാൽപ്പി. ബട്ട് ദീസ് ആർ ഓൾസോ മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ഓർ സ്റ്റേറ്റ് വാരിയബിൾസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലെ ഈക്വിലിബ്രിയം എന്ന കണ്ടീഷനാണ്. മെക്കാനിക്സിലെ ഈക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. തെർമോഡൈനാമിക്സിലെ ഈക്വിലിബ്രിയം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മെക്കാനിക്സും തെർമോഡൈനാമിക്സും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. മെക്കാനിക്സിൽ ഒരു സിസ്റ്റത്തിന്മേൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റത്തിന് ആസ് എ ഹോൾ ഉണ്ടാകുന്ന മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. ഇവിടെ നമ്മൾ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് കൺസിഡർ ചെയ്യുന്നത്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം ഈ ബുള്ളറ്റിൻ്റെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എന്നാൽ തെർമോഡൈനാമിക്സിൽ ഒരു സിസ്റ്റത്തിന് ആസ് എ ഹോൾ ഉണ്ടാകുന്ന മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ ഡിസോർഡേഡ് മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ മാക്രോസ്കോപ്പിക് സ്റ്റേറ്റ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. നേരത്തെ കണ്ട എക്സാമ്പിളിൽ ഈ ബുള്ളറ്റ് ഒരു വുഡൻ വാളിലേക്ക് തുളച്ചു കയറുന്ന സമയത്ത് ഈ ബുള്ളറ്റ് റെസ്റ്റിലേക്ക് വരികയാണ്. അതിൻ്റെ കൈനറ്റിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഡ്യൂ ടു ദിസ് ഹീറ്റ് ആ ബുള്ളറ്റിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ വുഡൻ ലെയറിൻ്റെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടെമ്പറേച്ചറിനുണ്ടാകുന്ന ഇൻക്രീസ് ആ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്, മറിച്ച് ആ ബുള്ളറ്റിൻ്റെ ഇൻറ്റേർണൽ ഡിസോർഡേഡ് മോഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ഈക്വിലിബ്രിയം ഇൻ മെക്കാനിക്സ്? മെക്കാനിക്സിൽ ഒരു സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാകുന്നത് ആ സിസ്റ്റത്തിന്മേൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ടോർക്കും സീറോ വരുന്ന സമയത്താണ്. എന്നാൽ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഈക്വിലിബ്രിയത്തിലേക്ക് വരുന്നത് ആ സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് വാരിയബിൾസ് ടൈം മാറുന്നതിനനുസരിച്ച് മാറ്റമില്ലാതെ തന്നെ തുടരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, എ ഗ്യാസ് ഈസ് ടേക്കൺ ഇൻ എ റിജിഡ് കണ്ടെയ്നർ. ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇവിടെ ആ സിസ്റ്റത്തിൻ്റെ മാക്രോസ്കോപ്പിക് വാരിയബിൾസിനൊന്നും ചേഞ്ച് വരുന്നില്ല. അതായത് അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മാസ്, കോമ്പോസിഷൻ ഇതൊന്നും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. ഒരു സിസ്റ്റം തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാവണമെങ്കിൽ 3 ടൈപ്സ് ഓഫ് ഈക്വിലിബ്രിയം അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഇൻ മെക്കാനിക്കൽ ഈക്വിലിബ്രിയം, ദെൻ കെമിക്കൽ ഈക്വിലിബ്രിയം ആൻഡ് തെർമൽ ഈക്വിലിബ്രിയം. ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഈക്വിലിബ്രിയത്തിലാവുന്നത് ആ സിസ്റ്റത്തിന്മേൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് സീറോ ആവുന്ന സമയത്താണ്. ഇനി ഒരു സിസ്റ്റം കെമിക്കൽ ഈക്വിലിബ്രിയത്തിലാവുന്നത് ആ സിസ്റ്റത്തിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻസ് മാറ്റമില്ലാതെ തന്നെ തുടരുമ്പോഴാണ്. ഒരു സിസ്റ്റം തെർമൽ ഈക്വിലിബ്രിയത്തിലാവുന്നതോ ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ത്രൂ ഔട്ട് മാറ്റമില്ലാതെ തന്നെ തുടരുമ്പോഴാണ്. ഈ 3 ഈക്വിലിബ്രിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം തെർമോഡൈനാമിക് ഈക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് 2 ഡിഫറെൻറ്റ് സിസ്റ്റംസ് തെർമൽ ഈക്വിലിബ്രിയത്തിൽ വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. 2 സിസ്റ്റത്തിൻ്റെ തെർമൽ ഈക്വിലിബ്രിയം പ്രധാനമായും ആ സിസ്റ്റത്തിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. 2 ഗ്യാസസ് എ ആൻഡ് ബി 2 കണ്ടെയ്നേഴ്സിൽ എടുത്തിരിക്കുകയാണ്. ഗ്യാസ് എയുടെ പ്രഷർ ആൻഡ് വോളിയം പി എ വി എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ ഗ്യാസ് ബിയുടെ പ്രഷർ ആൻഡ് വോളിയം പി ബി ആൻഡ് വി ബി ആണ്. ഈ 2 ഗ്യാസസും ഒരു അഡിയബാറ്റിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സറൗണ്ടിങ്സിൽ നിന്നും സെയിം അഡിയബാറ്റിക് വാൾ കൊണ്ട് തന്നെ ഈ 2 സിസ്റ്റംസും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എക്കും ബിക്കും ഇടയിലുള്ളത് അഡിയബാറ്റിക് വാൾ ആയതുകൊണ്ട് തന്നെ ഈ 2 സിസ്റ്റത്തിനും ഇടയിൽ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ എയുടെ തെർമോഡൈനാമിക്സ് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഗ്യാസ് എ എന്നത് തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. അതുപോലെ തന്നെ ബിയുടെയും തെർമോഡൈനാമിക് വാരിയബിൾസിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. ഗ്യാസ് ബിയും തെർമൽ ഈക്വിലിബ്രിയത്തിലായിരിക്കും. നെക്സ്റ്റ് ഈ 2 സിസ്റ്റത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന അഡിയബാറ്റിക് വാൾ റീപ്ലേസ് ചെയ്ത് അതിന് പകരം നമ്മളൊരു ഡയാതേമിക് വാൾ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഡയാതേമിക് വാൾ ആയതുകൊണ്ട് തന്നെ എക്കും ബിക്കും ഇടയിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ അലൗഡ് ആണ്. അതുമൂലം എയുടെ തെർമോഡൈനാമിക് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നു, ബിയുടെയും തെർമോഡൈനാമിക് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നു.
ഫൈനലി ഈ രണ്ട് സിസ്റ്റംസും തെർമൽ ഈക്വിലിബ്രിയത്തിലേക്ക് വരുന്നു. എയുടെ പ്രഷർ ആൻഡ് വോളിയം ചേഞ്ച് ചെയ്ത് PA', VA' എന്ന ന്യൂ സ്റ്റേറ്റിലേക്ക് വരുന്നു. അതുപോലെ ബിയുടെ പ്രഷർ ആൻഡ് വോളിയം ചേഞ്ചസ് ടു PB' ആൻഡ് VB'. അങ്ങനെ ന്യൂ ഈക്വിലിബ്രിയം സ്റ്റേറ്റ് അത് അറ്റൈൻ ചെയ്യുന്നു. ഈ സമയത്ത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നുണ്ട്. അതായത് രണ്ട് സിസ്റ്റംസ് ഡയാതോമിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെർമൽ ഈക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നു. ആ സമയത്ത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നു. ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റ് നമുക്ക് കൂടുതൽ ക്ലിയർ ആകുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിലൂടെയാണ്. നെക്സ്റ്റ് നമുക്ക് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. ടു സിസ്റ്റംസ് A ആൻഡ് B, ഈ രണ്ട് സിസ്റ്റംസും ഒരു അഡിയബാറ്റിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വാൾ അഡിയബാറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സിസ്റ്റത്തിനും ഇടയിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് C എന്നൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ സിസ്റ്റം C എയിൽ നിന്നും ബിയിൽ നിന്നും ഒരു ഡയാതോമിക് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. എക്കും സിക്കും ഇടയിൽ ഡയാതോമിക് വാൾ ആയതുകൊണ്ട് അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നുണ്ട്. എയുടെയും സിയുടെയും തെർമോഡൈനാമിക് വാരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നു. ഫൈനലി എയും സിയും തെർമൽ ഈക്വിലിബ്രിയത്തിലേക്ക് വരുന്നു. ഇതേ സമയത്ത് തന്നെ ബിയുടെയും സിയുടെയും തെർമോഡൈനാമിക് വാരിയബിൾസ് ചേഞ്ച് ചെയ്ത് ബിയും സിയും ഒരു തെർമൽ ഈക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് എ ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി ആൻഡ് ബി ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി. ഈ ഒരു സ്റ്റേജിൽ എക്കും ബിക്കും ഇടയിലുള്ള അഡിയബാറ്റിക് വാൾ റീപ്ലേസ് ചെയ്ത് അതിന് പകരം ഒരു ഡയാതോമിക് വാൾ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. എയുടെയും ബിയുടെയും ഇടയിലുള്ള വാൾ ഡയാതെർമിക് ആയതുകൊണ്ട് അവിടെ രണ്ട് സിസ്റ്റത്തിനും ഇടയിൽ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാകേണ്ടതാണ്. അതിനനുസരിച്ച് എയുടെയും ബിയുടെയും തെർമോഡൈനാമിക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ എയുടെയും ബിയുടെയും തെർമോഡൈനാമിക് സ്റ്റേറ്റ് മാറ്റമില്ലാതെ തന്നെ തുടരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ദാറ്റ് മീൻസ് ഹിയർ സിസ്റ്റം എ ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് ബി. ഈ രണ്ട് സിസ്റ്റവും തെർമൽ ഈക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ടാണ് അവിടെ ഫർദർ ഹീറ്റ് ഫ്ലോ ഉണ്ടാകാത്തതും ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും തെർമോഡൈനാമിക് വാരിയബിൾസ് മാറ്റമില്ലാതെ തുടരുന്നതും. ഈ ഒരു ഒബ്സർവേഷൻ ആണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് സിസ്റ്റം എ ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി ആൻഡ് സിസ്റ്റം ബി ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി. ഇപ്പോൾ രണ്ട് സിസ്റ്റംസ് എ ആൻഡ് ബി സി എന്ന സിസ്റ്റവുമായിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഈക്വിലിബ്രിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എ വിൽ ബി ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് ബി ആൻഡ് ദിസ് ഈസ് കോൾഡ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഇപ്രകാരം സ്റ്റേറ്റ് ചെയ്യാം. ടു സിസ്റ്റംസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സെപ്പറേറ്റ്ലി ആർ ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. രണ്ട് സിസ്റ്റംസ് എ ആൻഡ് ബി ഒരു തേർഡ് സിസ്റ്റവുമായിട്ട് സെപ്പറേറ്റ്ലി തെർമൽ ഈക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ രണ്ട് സിസ്റ്റംസ് എ ആൻഡ് ബി തെർമൽ ഈക്വിലിബ്രിയത്തിൽ ആയിരിക്കും. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നിന്നും ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റ് ഇപ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നുണ്ട്. രണ്ട് സിസ്റ്റംസ് തെർമൽ ഈക്വിലിബ്രിയത്തിൽ വരുന്ന സമയത്ത് ആ രണ്ട് സിസ്റ്റത്തിൻ്റെയും ഒരു തെർമോഡൈനാമിക് വാരിയബിളിൻ്റെ വാല്യൂ ഈക്വൽ ആകുന്നുണ്ട്. ആ തെർമോഡൈനാമിക് വാരിയബിളിനെയാണ് ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് തെർമോഡൈനാമിക് വാരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഈക്വൽ ഫോർ ടു സിസ്റ്റംസ് ഇൻ ഈക്വിലിബ്രിയം ഈസ് കോൾഡ് ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്ത് നമുക്ക് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇപ്രകാരം പറയാം. എ ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി. അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് TA ഇസ് ഈക്വൽ ടു TC. ബി ഈസ് ഇൻ തെർമൽ ഈക്വിലിബ്രിയം വിത്ത് സി ആണെങ്കിൽ വി ക്യാൻ സേ TB ഇസ് ഈക്വൽ ടു TC. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും ക്ലിയർ ആണ് TA ഇസ് ഈക്വൽ ടു TB. അതായത് എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് ടു സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഈക്വിലിബ്രിയം. RH ഫൗളർ എന്ന സയൻറ്റിസ്റ്റാണ് 1931 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർമുലേറ്റ് ചെയ്തത്. അതിനേക്കാൾ മുമ്പേ തന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഫോർമുലേറ്റ് ചെയ്തിരുന്നു. എന്നാൽ 0th ലോയിൽ മോർ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ തേർഡ് ലോ എന്ന പേര് നൽകുന്നതിനേക്കാൾ കൂടുതൽ ഉചിതം 0th ലോ എന്ന പേര് നൽകുന്നത് തന്നെയാണ്. സോ ഇറ്റ് ഈസ് നെയിംഡ് ആസ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക്. ഈ മൂന്ന് കോൺസെപ്റ്റ്സ് ആണ്. ആദ്യം ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് മനസ്സിലാക്കാം. തെർമോഡൈനാമിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബൾക്ക് സിസ്റ്റംസ് ആണ്. ഒരു ബൾക്ക് സിസ്റ്റത്തിനകത്ത് ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. ഒരു ഗ്യാഷ്യസ് സിസ്റ്റം കൺസിഡർ ചെയ്താൽ അതിലെ മോളിക്യൂൾസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ മോഷൻ.
അപ്പോൾ അതിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എടുക്കുന്ന സമയത്ത് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ കൈനറ്റിക് എനർജീസിൻ്റെ സം എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ സിസ്റ്റം ആസ് എ ഹോൾ ഒരു വെലോസിറ്റിയോട് കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റത്തിന് ആസ് എ ഹോൾ ഒരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു എക്സ്റ്റേണൽ മോഷൻ മൂലം ഉണ്ടാകുന്ന ഈ കൈനറ്റിക് എനർജി ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റേർണൽ എനർജി എന്ന കോൺസെപ്റ്റിൽ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി അതിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സ്റ്റേറ്റിലേക്ക് അത് എത്തിച്ചേർന്ന പാത്ത് അതല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻറ്റേർണൽ എനർജി എന്ന ക്വാണ്ടിറ്റി പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതൊരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വാരിയബിൾ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോലെ തന്നെ ഇൻറ്റേർണൽ എനർജിയും ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എങ്ങനെയെല്ലാം ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ എനർജി എക്സ്ചേഞ്ച് അനുവദിക്കുക എന്നതാണ്. ഒരു ഗ്യാഷ്യസ് സിസ്റ്റം എടുത്തിരിക്കുന്നു, അവിടെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യാണ്. ഇവിടെ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് ആ സിസ്റ്റത്തിലേക്ക് ഫ്ലോ ചെയ്യുകയാണ്. അങ്ങനെ ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത് കൊണ്ട് ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മറിച്ചുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ കുറവും. ഈ സമയത്ത് സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്ങിലേക്കാണ് എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു, അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും ഡിക്രീസ് ചെയ്യുന്നു. ഇതിൽ നിന്നും സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനും ഇടയിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിലൂടെ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലായി. സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് മെത്തേഡാണ് ടു ഡു വർക്ക് ഓൺ ദ സിസ്റ്റം. ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഗ്യാഷ്യസ് സിസ്റ്റം എടുത്തിരിക്കുന്നു. ഇവിടെ മൂവബിൾ പിസ്റ്റൺ ആണ്. ഈ മൂവബിൾ പിസ്റ്റണിൽ നമ്മൾ വെയ്റ്റ്സ് അപ്ലൈ ചെയ്യാണ്, അതായത് നമ്മളവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാണ്. ഡ്യൂ ടു ദിസ് ഫോഴ്സ് ആ പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, അതായത് സം വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിന്മേൽ ഒരു വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ റിവേഴ്സ് സിറ്റുവേഷൻ, നമ്മളവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വെയ്റ്റ് റിമൂവ് ചെയ്യാണ്. അങ്ങനെ വെയ്റ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസ് ആ പിസ്റ്റണിനെ അപ്വേർഡ് ഡയറക്ഷനിൽ പുഷ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഗ്യാസ് ഈസ് ഡൂയിങ് സം വർക്ക് ഓൺ ദി എൻവയൺമെൻറ്റ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ആ സിസ്റ്റം സറൗണ്ടിങ്ങിന്മേൽ ഒരു വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്യുന്നു. ഇതിൽ നിന്നും ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്മേൽ വർക്ക് ചെയ്യുന്ന സമയത്തും ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഈ ഒബ്സർവേഷൻസിൽ നിന്നും നമുക്കൊരു കാര്യം ക്ലിയറായി. ഹീറ്റ് ആൻഡ് വർക്ക് എന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് ഡിഫറെൻറ്റ് മോഡ്സ് ആണ്. അതല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള രണ്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ നിന്നും ഹീറ്റ് എന്ന കോൺസെപ്റ്റ് നമുക്ക് ക്ലിയറായി. ഹീറ്റ് ഈസ് എനർജി ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു സിസ്റ്റംസ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ കൂടുതലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ടെമ്പറേച്ചർ കുറവുള്ള ഒബ്ജക്റ്റിലേക്ക് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത് വരെ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. അപ്പോൾ ഹീറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇതാണ്. ഹീറ്റ് ഈസ് സർട്ടൺലി എനർജി, ബട്ട് ഇറ്റ് ഈസ് എനർജി ഇൻ ട്രാൻസിറ്റ്. എനർജി കൈമാറ്റം ചെയ്യപ്പെടാനുള്ള ഒരു രീതി മാത്രമാണ് ഹീറ്റ്. ഹീറ്റ് എന്നത് ഒരു ഫ്ലോ ആയിട്ട് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വാരിയബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വർക്ക് എന്ന കോൺസെപ്റ്റും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. വർക്ക് എന്നതും ഒരു എനർജി ട്രാൻസ്ഫർ തന്നെയാണ്, പക്ഷേ ഇവിടെ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ല എന്ന് മാത്രം. ഫോർ എക്സാമ്പിൾ, ആ പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റം വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്മേൽ വർക്ക് ചെയ്യുകയോ ചെയ്യുന്നു. അതുമൂലം അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. വർക്ക് എന്നതും ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് മീൻസ് വർക്ക് ഈസ് നോട്ട് എ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വാരിയബിൾ. ഹീറ്റ് ആൻഡ് വർക്ക് എന്നത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വാരിയബിൾസ് അല്ലാത്തതുകൊണ്ട് തന്നെ എ ഗ്യാസ് ഇൻ എ സിസ്റ്റം ഹാസ് സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതോ അതുപോലെ തന്നെ എ ഗ്യാസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ് ഹാസ് സർട്ടൺ എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നതും തികച്ചും മീനിങ്ലെസ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്നാൽ ഇൻറ്റേർണൽ എനർജി എന്നത് ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വാരിയബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഗ്യാസ് ഇൻ എ സിസ്റ്റം ഹാസ് സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്
തികച്ചും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക്, ഈ 3 കോൺസെപ്റ്റ്സിൽ നിന്നും നമുക്ക് ക്ലിയർ ആയ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഹീറ്റ് ആൻഡ് വർക്ക് എന്നത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ല. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഹീറ്റ് ആൻഡ് വർക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇൻറ്റേർണൽ എനർജി എന്നത് ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇൻറ്റേർണൽ എനർജി എന്ന ക്വാണ്ടിറ്റി നമുക്ക് യൂസ് ചെയ്യാം. ഹീറ്റ് ആൻഡ് വർക്ക് എന്നത് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനുള്ള 2 മോഡ്സ് മാത്രമാണ്. ഹീറ്റ്, ഇൻറ്റേർണൽ എനർജി ആൻഡ് വർക്ക്, ഈ 3 കോൺസെപ്റ്റ്സിനെയും റിലേറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നത് ആക്ച്വലി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. ഒരു ഗ്യാഷ്യസ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ആ ഗ്യാഷ്യസ് സിസ്റ്റത്തിലേക്ക് സറൗണ്ടിങ്ങിൽ നിന്നും ഹീറ്റ് സപ്ലൈ ചെയ്യാണ്. ലെറ്റ് ഡെൽറ്റ ക്യൂ ബി ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം ഫ്രം ദി സറൗണ്ടിങ്. അങ്ങനെ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് വഴി ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. ലെറ്റ് ഡെൽറ്റ യു ബി ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ഈ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിലെ ഒരു പോർഷൻ യൂസ് ചെയ്തിട്ട് ഗ്യാസ് അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ പിസ്റ്റൺ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സം വർക്ക് ഈസ് ഡൺ ഓൺ ദി സറൗണ്ടിങ് ബൈ ദ സിസ്റ്റം. ലെറ്റ് ഡെൽറ്റ ഡബ്ല്യു ബി ദ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദി സറൗണ്ടിങ്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് നമുക്ക് ഇപ്രകാരം എഴുതാം. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. സപ്ലൈ ചെയ്ത ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിലെ ഒരു പോർഷൻ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്നു. ആൻഡ് റിമൈനിങ് പോർഷൻ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിനായി ആ സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഹീറ്റ് ഡെൽറ്റ ക്യൂ supplied to the system is partly used to increase the internal energy, and the rest of the energy is used to do work by the system on the environment. That is delta Q is equal to delta U plus delta W, and this is known as first law of thermodynamics. First law of thermodynamics എന്താണെന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഫസ്റ്റ് ലോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതോടെ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.